പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഓൺലൈനായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ്. ഡ്രൈവിംഗ് ലൈസൻസിന്റെ പ്രിന്റ് ഔട്ട് നിങ്ങൾക്ക് പരിവാഹൻ വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെട്ടവർക്കൊക്കെ അത്യാവശ്യം കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ PVC കാർഡായിട്ട് പോസ്റ്റ് വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഓൺലൈനായിട്ട് ലഭിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബ്രൗസർ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അതിനുശേഷം വെബ്സൈറ്റിലോട്ട് വന്നതിന് ശേഷം പരിവാഹൻ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. പരിവാഹൻ സേവ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പരിവാഹൻ സേവയുടെ വെബ്സൈറ്റിലോട്ടാണ് കയറി വരുന്നത്. ഇതിൽ നമ്മൾക്ക് ഓൺലൈൻ സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ചെയ്യുന്ന സമയത്ത് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസിലോട്ട് വരുന്നതായിരിക്കും. ഇവിടെയായിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ചോദിക്കും. അത് കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്തതിനു ശേഷം തുടർന്ന് വരുന്ന ഇന്റർഫേസ് ഇങ്ങനത്തെ ഇന്റർഫേസ്. ഇവിടെ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം റിലേറ്റഡ് സർവീസസുകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിലപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ ചെയ്യുമ്പോൾ സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിനിടയിൽ ഇതേപോലെ ഒരു പോപ്പപ്പ് വിൻഡോ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താലും മതി. അതേഴ്സ് എന്നുള്ള ഭാഗത്തായിട്ട് സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് മൊബൈലിലും ചെയ്യാൻ പറ്റും, PC-യിലും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മൊബൈലിൽ ചെയ്യുന്ന സമയത്ത് PC-യിൽ ഉള്ളതുപോലെ അല്ലായിരിക്കും, കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടായിരിക്കും. നിങ്ങൾ കറക്റ്റായി തന്നെ ഈ ഓപ്ഷനുകളെല്ലാം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേ പറയുന്ന രീതിയിലുള്ള ഓപ്ഷനുകളെല്ലാം അതിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോവുക. ഇവിടെ ആദ്യം തന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനാണ്. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്, ലേണേഴ്സ് ലൈസൻസ് നമ്പർ ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഉണ്ട്, കണ്ടക്ടർ ലൈസൻസ് നമ്പർ, അങ്ങനെ 4 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ആണ്. ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്നുള്ള DL നമ്പർ എന്ന് പറയുന്ന ഭാഗത്താണ്. ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്തതിനു ശേഷം 15 അക്ക ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ തൊട്ടടുത്തുള്ള കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായി തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളിപ്പോൾ 2024 1-ാം മാസം 1-ാം തീയതിയാണ് ജനിച്ചത് എന്നുണ്ടെങ്കിൽ 01/01/2024 എന്നുള്ള രീതിയിലായിരിക്കണം കൊടുക്കേണ്ടത്. അതായത് ഒറ്റ അക്കമാണ് എങ്കിൽ പോലും അതിനു മുമ്പായിട്ട് 0 ഉൾപ്പെടെ എൻ്റർ ചെയ്ത് കൊടുത്താലായിരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് എൻ്റർ ആവുകയുള്ളൂ. അതിനുശേഷം അടിഭാഗത്ത് ഒരു ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ക്യാപ്ച കോഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ റീഫ്രഷ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്യാപ്ച കോഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഇതെല്ലാം കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണാം, ആപ്ലിക്കേഷന്റെ ഡേറ്റ് കാണാം, RTO നെയിം കാണാം, നിങ്ങളുടെ നെയിം കാണാം, ഡേറ്റ് ഓഫ് ബർത്ത് കാണാം, ഫാദേഴ്സ് നെയിം കാണാം, ലേണേഴ്സ് ലൈസൻസ് നമ്പർ കാണാം, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കാണാം. അടിഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോ ഫോട്ടോ ആൻഡ് സൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോയും സൈനും ഉൾപ്പെടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ലേണേഴ്സ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലേണേഴ്സ് ലൈസൻസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ആ നമ്പറിന് മുകളിലായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്ന് പറയുന്നതിന് മുകളിലായിട്ട് ആ നമ്പറിന് മുകളിലായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊരു ലിങ്ക് ആണ്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഡീറ്റെയിൽസുകൾ മൊത്തം അടങ്ങുന്ന ഒരു പേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ മൊത്തമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ മൊത്തം ഡീറ്റെയിൽസ് ഇതിലുണ്ടാകും. ഒരു ഫയലായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിൽ താഴെയായിട്ട് പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പ്രിന്റ് എടുത്തുകൊണ്ട് യൂസ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ മൊത്തം ഡീറ്റെയിൽസുകൾ ഇതിലുണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.